ആ ഇടുക്കി വന്നതിന് ശേഷം ഞാൻ കൂടുതലും കാടും പടലയൊക്കെ തിന്നുന്നുണ്ട് തോന്നുന്നു അല്ലേ. ഇപ്പോൾ ഏതാണ്ട് ശ്രീനിവാസനോട് ഒരു കടക്കാരൻ ചോദിച്ച മാതിരി ഇപ്പം ഫുഡൊക്കെ കഴിച്ച് നിർത്തിയിട്ടപ്പം നിങ്ങളിപ്പം പിണ്ണാക്കായോ തീറ്റ എന്ന് ചോദിക്കുന്ന മാതിരിയായി. ഇപ്പോൾ ഫുൾ ടൈം ഇലക്കറികളാണ്. കാരണം നമുക്ക് വേറെ കടയിൽ നിന്ന് ഇരിക്കണ്ട, ചുറ്റിനും തന്നെ ഉണ്ട്. ഇതെന്താണെന്നറിയാമോ? ഇത് കറിവേപ്പില ചീര എന്ന് പറയും. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പുറത്തെ ആൻറ്റി എനിക്ക് വെച്ച് തന്നതാണ്. അപ്പം ഞാൻ കഴിച്ചിട്ടില്ല. ആൻറ്റി എനിക്കിത് എങ്ങനെയാണെന്ന് എനിക്ക് എന്തുകൊണ്ടൊന്നും അറിയത്തില്ല. ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയിട്ടാണ് തിന്നുന്നത്. ആക്ച്വലി പേടിയാവുന്നു. എന്തുവാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ആൻറ്റീനെ വിശ്വാസം ഇല്ലാത്തല്ല, നമുക്കിത് പിടിക്കുമെന്നുള്ളതൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ ചേമ്പില കഴിച്ചായിരുന്നു, നല്ലതായിരുന്നു. അതുപോലെ ഇതും അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേര് കറിവേപ്പില ചീര എന്നാണ് ആൻറ്റി പറഞ്ഞത്. ഇതിനകത്ത് ഏതാണ്ട് സ്വീറ്റ് ലീഫെന്നോ എന്തൊക്കെയോ മെഡിസിനൽ ലീഫിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാം കഴിച്ചു നോക്കാം. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ഇതുവരെയ്ക്ക് ഇത് കഴിച്ചിട്ടില്ല. അതെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ഒത്തിരി ഉള്ളൂ, ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും ഇട്ടില്ല. ഞാനൊന്നും ഒരു ചെറിയ കടുക്കും ഉഴുന്നിൻ്റെ കടുക്കും പിന്നെ തേങ്ങയും വറ്റൽമുളകും ഇത്രയേ ഇട്ടിട്ടുള്ളൂ. വേറൊന്നും ഇട്ടിട്ടില്ല. നോക്കട്ടെ. നല്ല കേട്ടോ. നമ്മുടെ ഈ മുരിങ്ങയിലൊക്കെ ഇല്ല, അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് വരും.